28 years ലേറ്റർ കുറേ നാൾക്ക് ശേഷം കിടിലൻ ഒരു സോംബി പടം കണ്ട്. എനിക്ക് അങ്ങനെ വേൾഡ് വാർ ഇസഡ് അല്ല, അതിനുശേഷം അത് കിടിലൻ പടമായിരുന്നു. അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടം ആർമി ഓഫ് സോംബിയാസ് ആർമി അങ്ങനെയാണെന്ന് പറയുന്ന സിനിമയില്ലേ, അതായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് എത്ര തവണ കണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഈ 2 പടം എത്ര തവണ കണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറേ വെബ് സീരീസ് അതിൻ്റെ പോലെ തന്നെ ചെറിയ ചെറിയ സിനിമകൾ അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ സോംബി പടങ്ങൾ ഏറ്റവും ഞാൻ കുറേ തവണ കണ്ടിട്ടുള്ളത് വേൾഡ് വാർ ഇസഡ്, അതുപോലെ തന്നെ ആർമി ഓഫ് സോംബിയ, അത് പിന്നെ എലോ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഒരു ഇംഗ്ലീഷ് പടം, ഒരു ഫ്ലാറ്റിനുള്ളിൽ പെടുന്നത് സോംബി വൈറസ് ബാധിച്ചിട്ട് എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ. അത് കിടിലൻ പടമായിരുന്നു. അതിന് ഇംഗ്ലീഷുണ്ട്, അതിൻ്റെ കൊറിയനും ഉണ്ട്. രണ്ടും ഒരേ രീതിയാണെങ്കിലും അവസാനത്തെ ട്വിസ്റ്റും കാര്യങ്ങളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇംഗ്ലീഷിലത്തെ ആയിരുന്നു. അത് ഇംഗ്ലീഷാണ്, അതായത് ഇംഗ്ലീഷ് മൂവിയാണത്. ഇതിനൊക്കെ ശേഷം എനിക്ക് വീണ്ടും ഒരു ഇഷ്ടപ്പെട്ട പടമാണ് 28 years ലേറ്റർ എന്ന് പറഞ്ഞ പടം. അത് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമയുടെ ഇത് 3ാമത്തെ പാർട്ടാണ് കാണുന്നത്. ഫസ്റ്റും സെക്കൻഡും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ഒരു ഇത് പിടിക്കാൻ ചാൻസ് വരും. കാരണം ഞാൻ ഈ സോംബി പടങ്ങൾ പ്രാന്ത ഒരു ടൈമിൽ ഇരുന്ന് ഈ പടങ്ങളൊക്കെ ഇരുന്ന് കണ്ട ടൈമാണ്. എനിക്ക് സോംബി പടങ്ങൾ എങ്ങനെ പോയാലും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്തെങ്കിലും വെറുതെ അറ്റാക്ക് ചെയ്യുന്നതായാലും കുഴപ്പമില്ല. ഈ ചിലതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പിടിക്കായ്ക്ക് വരും. ഈ ഒരു സാധനം എൻ്റെ തീം ഇത് ഐഫോണിൽ പിടിച്ചെന്ന് പറയുമ്പോഴേ അതാണ് ഐഫോണിൽ പിടിച്ച സാധനം എന്ന് പറയുമ്പോഴാണ് ഇതെങ്ങനെ ചില ഷോട്ടുകൾ, ചില സീനുകളൊക്കെ ഉണ്ട്. ഒരു ദ്വീപിലേക്ക് അപ്പുറത്തേക്കൊക്കെ പോണ സീൻ എൻ്റെ ദൈവമേ, അതുപോലെ ഒരു കാട്ടിലത്തെ സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു രക്ഷയില്ല. ആ സാധനം ഈ ഒരു ഫോണുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തന്നെ ഒരു സിനിമ പിടിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി രീതിയിൽ എടുത്ത് വെച്ചേക്കണേ. അതുപോലെ തന്നെ എനിക്ക് സോംബികൾ, അതായത് ഈ ഏറ്റവും എല്ലാ ടൈപ്പും ഒരേ സോംബിന് പകരം ഈ വ്യത്യസ്തമായ സോംബീസിനെ കിട്ടുമ്പില്ലേ, അതിനേക്കാളും കൂടുതൽ ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതൊക്കെ കുറച്ച് 1-2 സിനിമയുണ്ട് ഇതുപോലെയൊക്കെ തന്നെ സോംബികൾ. എന്നിട്ട് ഔട്ട്സൈഡ് എന്നൊരു സിനിമയുണ്ട്. അത് ഇംഗ്ലീഷല്ല, ഏതോ ഒരു ഭാഷയുള്ള സിനിമയാണ്. ആ ഒരു സിനിമയിൽ സോംബിയുടെ പ്രത്യേകത മണത്ത് കണ്ടുപിടിച്ച് അവരെ പതുക്കെ സംസാരിക്കും അവർ. ആ ഒരു ടൈപ്പ് സോംബി ഉണ്ട്. ആ ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ നോക്കുകയാണെങ്കിൽ സോംബീസിനും അത് വേറൊരു ടൈപ്പ് സാധനമാണ്. അതായത് ഇതിൻ്റെ കണ്ടവർക്ക് അറിയാം. കാരണം പെട്ടെന്ന് വൈറസ് കയറി പിടിക്കുക, അതുപോലെ അറ്റാക്ക് ഭയങ്കര പവർഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു രീതി ഈ ഒരു സിനിമയിൽ നമ്മളെ അതായത് എപ്പോൾ വേണമെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ പിടിക്കാതെ നോക്കുക, നമുക്ക് ആ ഒരു ഇതാണ്. അതുപോലെ എല്ലാം എപ്പോഴും ഈ ഒരേ സോംബി പടത്തിൻ്റെ പോലെയല്ല. എനിക്കറിയാം സോംബി പടങ്ങൾ പിടിക്കൽ ഏറ്റവും ബെസ്റ്റ് ഇവരൊക്കെ തന്നെയാണ്. മലയാള സിനിമ പറഞ്ഞാൽ പോണ്ട, എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഇത് തന്നെയാണ്. പല രീതിയിൽ ചിന്തിച്ച് പിടിച്ചിറക്കുക, അത് ഒരേ ടൈപ്പിനെ അവർ ഇറക്കൂല. ഈ ഒരു സിനിമയുടെ എനിക്ക് സ്റ്റോറിയും എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീണ്ടും പോയി കാണാനൊരു ഇത്, അതായത് നല്ല രസമാണ്. ഇത് നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും കാണണം എന്നില്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ തന്നെ വേറെ പറഞ്ഞ് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. ഇത് എന്തായാലും തിയേറ്ററിൽ കാണുന്നുണ്ട്. കാരണം ഈ സാധനമൊക്കെ ടി വിയിലാണ് നമുക്ക് അത്രയൊരു ഇത് കിട്ടുന്നത്. ടി വിയിൽ ഇത് എനിക്ക് ഉറപ്പാണ്, ടി വിയിൽ കണ്ടാലും നിൽക്കില്ല. പക്ഷേ തിയേറ്ററിൽ പോയി കാണുമ്പോഴേ ആ ഒരു ഫീൽ തന്നെയാണ്. എനിക്കങ്ങനെ ഏതോ ഒരു സോംബി വേൾഡ് വാർ ഇസഡ് അതിനുശേഷം ഞാൻ പോയി കണ്ടിട്ടില്ല തിയേറ്ററിൽ സോംബി പടം. ആ ഒരു സിനിമ എനിക്ക് കണ്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വളരെ രസമായിരുന്നു ആ സിനിമ. അതുപോലെ തന്നെ ഈ സിനിമയൊക്കെ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. കിടിലൻ പടം തന്നെ, കിടിലൻ പടം. ഇതിൻ്റെ ഡയറക്ടർ ഒരു രക്ഷയില്ല കേട്ടോ, ഡാനിയൽ. പുള്ളി എനിക്ക് ഇതിന് കഴിഞ്ഞ പടം ഇതിൻ്റെ കഴിഞ്ഞ 2 പടം കണ്ട പുള്ളി ചെയ്തത് ഒരു രക്ഷയില്ല. ഇതിൻ്റെ പിന്നല്ല ഈ കളർ ഗ്രേഡിങ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒരു രക്ഷ. അതാ പറഞ്ഞത്, ഐഫോണിൽ പിടിച്ചാൽ നമുക്കൊരു തോന്നിക്കൂല. ഇത് അമ്മാതിരി ഇതിൽ എടുത്ത് വെച്ചേക്കണേ. പിന്നെ ആക്ടർ എന്ന് പറയുന്നത് ഇതിലൊരു പയ്യനുണ്ട്. ആ ഒരു പയ്യനാണ് ലീഡ് ചെയ്ത് മൊത്തം കൊണ്ടുപോകണം. ആ പയ്യനും ഒരു രക്ഷയില്ല, കിട്ടിലിനായിട്ട് അഭിനയിച്ചും വെച്ചിട്ടുണ്ട്. നായകനെ നമുക്ക് അറിയാമല്ല, ആ ഒരു പുള്ളി
സംഭവം നല്ല രസമായിട്ടാണ് എടുത്തു വെച്ചേക്കണം. ആ പുള്ളിയുടെ ആക്ടിങ്, അതായത് ആ ഒരു നമുക്ക് ചില സിനിമ കാണുമ്പോൾ സോംബി പടങ്ങൾ കാണുമ്പോൾ നമുക്ക് അറ്റാക്കൊക്കെ വരുമ്പോൾ അഭിനയിക്കണ രീതിക്കാണ് ചില സിനിമകൾ നമുക്ക് തോന്നിക്കും. പക്ഷെ ഇത് ഭയങ്കര ഈ ഒരു സിനിമയുടെ എല്ലാ പാർട്ടിലും പ്രത്യേകതയാണ്. ഭയങ്കര റിയാലിറ്റി തോന്നിക്കുന്ന രീതിയിലാണ് ഈ സിനിമകളൊക്കെ എടുത്ത്. അതായത് ഇവരുടെ സിനിമകൾ ഈ 20 Days Later എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ എല്ലാ രീതി അങ്ങനെയാണ്. ഭയങ്കര റിയാലിറ്റി തോന്നിക്കുന്ന രീതിയിൽ എടുത്തു വയ്ക്കുക. നോർമൽ ഇംഗ്ലീഷ് പടം, നോർമൽ ഒരു സോംബി പടം പോലെയല്ല എടുത്തു വയ്ക്കുക. അതിൻ്റെതായ ഒരു പ്രത്യേകതയിൽ എടുത്തു വയ്ക്കുന്ന പടമാണ്. ഇതിൻ്റെ അടുത്ത പാർട്ട് വേഗം ഇറങ്ങിയാൽ മതി. കാരണം പക്ഷേ ഇറക്കുകയാണെങ്കിൽ ഇതേ ലെവലിൽ അതേ ഒരു കിടിലൻ സ്ക്രിപ്റ്റ്, കിടിലൻ മേക്കിങ് അങ്ങനെ അറിയാം. വെറുതെ ഇത് ഉറപ്പാണ്. ഇത് ഹിറ്റായെന്ന് വീണ്ടും ഇറക്കാൻ തിരക്ക് പിടിച്ച് ഇറക്കണം ഒരാവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഇതുപോലെ തന്നെ വർഷങ്ങൾ എടുക്കരുത്. കാരണം വയസ്സൊക്കെ കൂടി ഇത് എത്ര വർഷം ഇതിന് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും ഇത് ഇപ്പം എപ്പോൾ ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ അപ്പോൾ കാണാത്തവനെ കണ്ടിട്ട് അഭിപ്രായം പറയാം. എന്തായാലും നിങ്ങൾ ഈ സിനിമയ്ക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടോ, നിങ്ങൾക്ക് ഒരു നഷ്ടം. നിങ്ങൾ എത്ര കൂതറപ്പടങ്ങളാണ് തിയേറ്റർ പോയി കാണണം. ഈ സിനിമകളിലേ ഒന്ന് കണ്ടു ഒരു ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും കാണാത്തവനെ പോയി കാണാമെന്നുള്ള അഭിപ്രായം പറയാം. ബൈ.